ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിൽ നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ ജോൺ ബ്രദറും കുടുംബവും ചേർന്നാണ്. തൻ്റെ പ്രാർത്ഥന വിഷയമെന്ന് 3 പ്രാർത്ഥന വിഷയങ്ങളാണ് തനിക്കുള്ളത്. തൻ്റെ ശാരീരികമായ അസ്വസ്ഥതകളിൽ നിന്ന് പൂർണ്ണമായി താൻ സൗഖ്യം പ്രാപിക്കേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ തൻ്റെ ബിസിനസ്സിനകത്ത് തൻ്റെ കൂടെ നിന്നവർ തനിക്ക് വിരോധമായി തീർന്നു, അവർ തിരിച്ചു മടങ്ങി വരികയും ആ വിരോധങ്ങൾ മുഴുവൻ അവസാനിക്കുകയും ചെയ്യേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ തനിക്ക് വേണ്ടി പുതിയ ഓർഡറുകൾ ഈ ഓഗസ്റ്റ് മാസം ലഭിക്കേണ്ടതിനായിട്ടും, വലിയ ചില പ്രോജക്റ്റുകൾ ദൈവം തന്നെ ഏൽപ്പിക്കേണ്ടതിനായിട്ടും, ബിസിനസ്സിൻ്റെ വാതിൽ തുറക്കേണ്ടതിനായി പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയം ചോദിക്കുന്നു. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ 3 വിഷയങ്ങൾക്കായിട്ട് എത്ര പേർ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയരെ, കണ്ണുകളൊന്ന് അടച്ചാട്ടെ, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതമന്ത്രി, ദൈവം വിശ്വസ്തൻ, ദൈവം വാക്കുമാറാത്തവൻ. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാക്കണമേ കർത്താവെ. ജോൺ ബ്രദറിൻ്റെ ശാരീരികമായ എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും കർത്താവ് തന്നെ സൗഖ്യമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്നെ അത്ഭുതത്തോടെ നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരണമേ അപ്പ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മാവെ, തൻ്റെ ബിസിനസ്സിൻ്റെ എതിരുകൾ മാറേണ്ടതിനായി, തൻ്റെ വിഷയത്തിനകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എതിരാളികൾ മുഴുവൻ അനുകൂലമാകട്ടെ. തനിക്ക് വേണ്ടി വാതിലുകൾ, വഴികൾ തുറക്കട്ടെ. ഈ ഓഗസ്റ്റ് മാസം തനിക്ക് വേണ്ടി വെളിപ്പെടാനിരിക്കുന്നു ഹല്ലേലൂയ പുത്തൻ പ്രോജക്റ്റുകൾ, ആ വഴികൾ കർത്താവെ തനിക്ക് വേണ്ടി വലിയ നന്മയായി തുറന്നു വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാക്കണമേ, ഇതൊരു അതിശയത്തിൻ്റെ സമയമാക്കണമേ, ഇതൊരു ദൈവപ്രവൃത്തിയുടെ സമയമാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതൊരു അത്ഭുതമാകുന്നതിനായി സ്തോത്രം, ഇതൊരു ദൈവപ്രവൃത്തിയാകുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാൽ പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊടുക്കുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ ഒരു പ്രാവശ്യം കൂടെ സഹായിച്ചതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കഴിവോ എൻ്റെ മെടുക്കോ ഒന്നുമല്ല പ്രിയരെ. 2012 മുതൽ തമ്പുരാൻ്റെ ഭയങ്കര ദയവാണ് ഹല്ലേലൂയ ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. ഹല്ലേലൂയ. ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിയാൽ പറയാൻ പറ്റുന്ന രീതിയിൽ അനേക ആയിരങ്ങൾക്ക് ഇത് വിടുതലായി തീർന്നിട്ടുണ്ട്. അനേക വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്തവർ, അല്ലെങ്കിൽ ബിസിനസ് തകർന്നു പോയവർ, മരണക്കിടക്കയിൽ കിടന്നവർ, ICUയിൽ കിടന്നവർ, വെന്റിലേറ്ററിൽ കിടന്നവരൊക്കെ അല്ലെങ്കിൽ പ്രാർത്ഥനയോടെ മടങ്ങി വന്ന അനേക സാക്ഷ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ആത്മാവിൽ അല്ലെങ്കിൽ നിങ്ങളും പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്. കാരണം കർത്താവിൻ്റെ വലിയ കരം ഇന്ന് ഈ മെസ്സേജിനകത്തുണ്ട്. അല്ലെങ്കിൽ പ്രാർത്ഥനയെക്കുറിച്ച് ആഴമായി തിരിച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ മെസ്സേജിനകത്ത് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. വലിയ നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരെ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ തമ്പുരാൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. വിശ്വസിക്കാമോ? അയക്കപ്പെട്ട വചനം നിങ്ങൾക്ക് വേണ്ടി വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. പത്രോസിൻ്റെ ഒഴിഞ്ഞ പടകിൽ യേശു കർത്താവ് നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ആഴത്തിൽ നീക്കി വലയിറക്കുവിൻ. ഹല്ലേലൂയ. ആ അയക്കപ്പെട്ട വചനം അവൻ്റെ പടകിനെ നിറയ്ക്കുകയാണ്. ഒരു രാത്രി മുഴുവൻ ഒന്നും കിട്ടാതെ നിന്ന് പത്രോസിൻ്റെ പടകിൻ്റെ മേളിൽ അയക്കപ്പെട്ട വചനം വെളിപ്പെട്ട് വരികയാണ്. വിശ്വസിക്കാമെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തൊരു ദൈവശബ്ദം നിങ്ങൾ എവിടെ നിന്നാണോ എന്നെ ശ്രദ്ധിക്കുന്നത് അവിടേക്ക് വെളിപ്പെടാൻ പോകുന്നു. അത്ഭുതകരമായ മാറ്റത്തിലേക്ക്, നിങ്ങളുടെ സൗഖ്യത്തിൻ്റെ ദിവസമാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഇന്നത്തെ വചനചിന്തയിലേക്ക് നമ്മൾ അടുത്തു വരികയാണ്. ഹല്ലേലൂയ.
പ്രാർത്ഥനയുടെ ഉറപ്പ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ദൈവത്തോടൊരു ഉറപ്പുണ്ടെങ്കിൽ, എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കും എന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ, നിശ്ചയമായും ഈ എപ്പിസോഡ് തീരുന്നതിന് മുമ്പേ നിങ്ങളുടെ വീട്ടിൻ്റെ വാതിൽക്കൽ ദൂതൻ നിൽക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. സെക്കരിയാവിനോട് പറഞ്ഞതുപോലെ, സെക്കരിയാവെ ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കാണാത്ത ദൈവപ്രവൃത്തികൾ കാണുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു വലിയ സമയം കൊണ്ടുവരികയാണ്. സമയം തിരിയാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഹല്ലേലൂയ, നിങ്ങൾ ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ റിസീവ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ, ഹല്ലേലൂയ, എവിടെയാണോ ശ്രദ്ധിക്കുന്നത്, ഹല്ലേലൂയ, അവിടെ ഇരുന്ന് ആമേൻ ഞാനത് വിശ്വസിക്കുന്നു എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിൽ അവിടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയത് ചിലത് ഉളവായി വരാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവർ ഓരോരുത്തരും പ്രതികരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എങ്കിൽ ഹല്ലേലൂയ, കുറിവാക്യം എന്ന നിലയിൽ നമ്മളൊരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്തതും മഹത്വവും അഗോചരവുമായുള്ള കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കും. എന്നെ കേൾക്കുന്നവരെ, ഞാൻ നിങ്ങളും കുറിവാക്യമായി വായിച്ച വചനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. തമ്പുരാൻ എന്നോടും നിങ്ങളോടും പറയാണ്, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസ്റ്ററിനെയോ ഹല്ലേലൂയ ഒരു പുരോഹിതനെയൊക്കെ വിളിച്ചാൽ എനിക്കും നിങ്ങൾക്കും പറയുന്നതിനകത്തൊരു പരിധിയുണ്ട്. അതിനപ്പുറത്തായി കഴിഞ്ഞാൽ കേൾക്കുന്നവരും ഒരുപക്ഷെ കോൾ എടുക്കാതെയാകും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാതെയാകും. കാരണം അതിനെല്ലാം ലിമിറ്റുകളുണ്ട്. ഹല്ലേലൂയ. 5 പ്രാവശ്യം മാക്സിമം 10 പ്രാവശ്യമൊക്കെ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കണ്ടിന്യൂ ആയി പറയാം. അത് കേട്ട് പ്രാർത്ഥിക്കുന്നവർക്കും അത് ലഭിക്കാതെ വരുമ്പോഴൊക്കെ വിഷമം ഉണ്ടാകാം. പക്ഷേ തമ്പുരാൻ വിളിച്ചു പറയാണ്, ഒട്ടും മടുപ്പില്ലാതെ, ഹല്ലേലൂയ, ഒട്ടും മടുപ്പില്ലാതെ. മടുപ്പ് വേണ്ട. കാരണം നിനക്ക് ഹല്ലേലൂയ 24 മണിക്കൂറും ഹല്ലേലൂയ ഒരു കോൾ നമ്പർ, അല്ലെങ്കിൽ യേശുവേ എന്ന ഹല്ലേലൂയ ആ നാമത്തിൻ്റെ അധികാരം നിൻ്റെ മുമ്പിൽ വെളിപ്പെട്ട് കിടക്കുകയാണ്. ഹല്ലേലൂയ. തുറന്ന സ്വർഗം നിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. വിളിച്ചപേക്ഷിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഏത് സമയത്തും അപ്പാ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്നവർ വിളിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയണം. മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരത്ഭുതം ചെയ്തിരിക്കും. ഹല്ലേലൂയ. മുട്ടുന്നതിനകത്ത് മടുപ്പ് തോന്നാറുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ യേശു ഹല്ലേലൂയ തൻ്റെ കൂടെ നിൽക്കുന്നവരോട് പറഞ്ഞു, ഹല്ലേലൂയ, മടുത്തു പോകാതെ നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടതിന്. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ മടുപ്പുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഒരു ദൂത് പറയുകയാണ്, അതിനകത്ത് ദൈവപ്രവൃത്തി നടക്കും നിശ്ചയം. കാരണം ഹല്ലേലൂയ, ശത്രുവിനറിയാം നീ ഇനിയും ഒരു സ്റ്റെപ്പ് കൂടെ പ്രാർത്ഥിച്ചാൽ, ഇനിയും ചില മിനിറ്റുകളോട് പ്രാർത്ഥിച്ചാൽ ആ വാതിൽ തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അത് തിരിച്ചറിയുന്ന ശത്രു നിന്നെ മടുപ്പിക്കുവാൻ ശ്രമിക്കും. എങ്കിൽ വിശ്വാസത്തോടുകൂടെ വീണ്ടും ഉണരാൻ പ്രിയരെ. പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട്. കാലം എത്ര പുരോഗമിച്ചാലും, ലോകം എത്ര പുരോഗമിച്ചാലും, എൻ്റെ ബൈബിൾ പറയുന്നു, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഇന്നും എൻ്റെ കർത്താവ് പ്രവർത്തിക്കുകയാണ്. അവൻ്റെ ചെവി മന്ദിച്ചു പോയിട്ടില്ല, അവൻ്റെ കരം കുറുകിയിട്ടില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കുറിവാക്യം ഒന്നുകൂടെ ഓർപ്പിക്കുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളും. ഹല്ലേലൂയ. നീ അറിയാത്തതും അഗോചരവും മഹത്വമുള്ള കാര്യം ഞാൻ നിനക്ക് വേണ്ടി വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നതിനുണ്ടോ? പ്രാർത്ഥിക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി തമ്പുരാൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. അറിയാത്ത, ഇതുവരെയും കാണാത്ത, ഇതുവരെയും അറിയാത്ത ചില വലിയ നന്മകൾ നിൻ്റെ ജീവിതത്തിൽ കർത്താവ് തുറക്കാൻ പോവുകയാണ്. എത്ര പേർ ഒരുമിച്ചൊന്ന് ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയും, തമ്പുരാൻ ഒരത്ഭുതം ചെയ്യാൻ പോവുകയാണ്, എൻ്റെ ദൈവം ഒരു വലിയ ദൈവപ്രവൃത്തി അയക്കാൻ പോവുകയാണ്. ഇതുവരെയും കാണാത്തത്. അങ്ങനെ എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് പറഞ്ഞോ, ഇതുവരെയും കാണാത്ത ചിലത് നിങ്ങളുടെ മുമ്പിലോട്ട് ദൈവം തുറക്കാൻ പോവുകയാണ്, നിങ്ങളുടെ മുമ്പിലോട്ട് തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഈ മിനിറ്റിൽ എൻ്റെ കൂടെ ഹല്ലേലൂയ അതേപോലെ ഉറപ്പുവരുത്തി പ്രാർത്ഥിച്ചാട്ടെ. അടുത്തൊരു വചനത്തിനകത്തേക്ക് പോകാം. ഹല്ലേലൂയ. എൻ്റെ കൂടെ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ ഉറപ്പാണ് ഞാൻ നിങ്ങളും ഇതിനകത്ത് ശ്രദ്ധിക്കുന്നത്. ഇതാ 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 20-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇസ്രായേൽ ഭരണാധികാരികളിൽ ഏറ്റവും പ്രയോജനപ്പെട്ട, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തിയ ഒരാളാണ് ഹിസ്കിയാവ്. ഹല്ലേലൂയ. ഹിസ്കിയാവ് ഇതാ മരിക്കത്തക്കവണ്ണം രോഗം പിടിച്ചു കിടക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവാചകനായ യെശയ്യാവ് ഇതാ തൻ്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. തന്നോട് പറയുകയാണ്, നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കോ, നീ മരിച്ചു പോകും നിശ്ചയം. ഹല്ലേലൂയ. പ്രവാചകൻ ദൈവത്തിൻ്റെ അരുൾപ്പാട് വന്ന് തന്നോട് പറയുമ്പോൾ ഹിസ്കിയാവ് ഹല്ലേലൂയ ഏറ്റവും അധികം ദൈവസന്നിധിയിൽ കരഞ്ഞതായി കാണാൻ പറ്റുന്നുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. 3-ാമത്തെ വാക്യം, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ഈ വാക്യം വായിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകും, ദൈവം അരുളി ചെയ്യുകയാണ്,
നീ മരിച്ചു പോകുമെന്നുള്ളത്. അതിനകത്ത് ആ അനുഭവത്തിൽ ഹിസ്കിയ രാജാവ് മറ്റൊരാളോട് ശുപാർശ ചോദിക്കാതെ, അല്ലെങ്കിൽ ഇനി വഴിയില്ല എന്ന് പറയാതെ, താൻ കിടക്കുന്നിടത്ത് തന്നെ ആ ചുവരിനോട് അല്ലെങ്കിൽ ഭിത്തിയോട് മുഖം ചേർത്ത് പിടിച്ചുകൊണ്ട് അറിയാം ദൈവസന്നിധിയിൽ കഴിഞ്ഞ നാളുകളിൽ നടന്നതും താൻ ദൈവസന്നിധിയിൽ ചെയ്തതുമൊക്കെ ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് ഏറ്റവും കരഞ്ഞതായി കാണും. ഹല്ലേലൂയ. കാരണം ഹിസ്കിയാവിന് ഒരു കാര്യം അറിയാം, താൻ പ്രാർത്ഥിക്കുന്ന ദൈവം പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. നിങ്ങൾ നോക്കണേ, എന്നെ ചിന്തിപ്പിച്ച ആഴ് ഞാൻ നിങ്ങളോട് പറയുകയാണ്. പ്രവാചകൻ വന്ന് തന്നോട് ദൈവത്തിൻ്റെ അരുൾപ്പാട് പറയുകയാണ്. ദൈവം പറഞ്ഞത് എന്തെങ്കിലും മാറുമോ പ്രിയരെ? ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഈ ലോകത്തെ ചലിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരം. ഒന്നുകൂടെ പറഞ്ഞാൽ, സൂര്യനെയും ചന്ദ്രനെയും ഈ കാണുന്ന സകലതിനെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കരത്തെ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് തിരിക്കാൻ പറ്റും. ഹല്ലേലൂയ. നിൻ്റെ കണ്ണുനീരിലും മാറ്റുവാൻ കഴിയും. ഹല്ലേലൂയ. ഹിസ്കിയാവ് പരമാർത്ഥ ഹൃദയത്തോടെ മരണത്തെ മുൻപിൽ കണ്ട മനുഷ്യൻ ഉറപ്പോട് ദൈവസന്നിധിയിൽ ഒന്ന് നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഉറപ്പോട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും നടക്കാത്ത ചില നന്മകൾ ഇപ്പോൾ തുറന്നു വരാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വാതിലുകൾ തുറക്കാൻ സമയമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ഹിസ്കിയാവ് ആ പ്രാർത്ഥിച്ചതിന് എത്ര സമയമെടുത്തു എന്ന് എനിക്ക് ഉറപ്പായി പറയാൻ പറ്റുന്നില്ല. പക്ഷേ ആ സമയം നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഹല്ലേലൂയ. അടുത്ത 4-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആഴം തിരിച്ചറിയാൻ പറ്റും. എന്നാൽ ഏശയ്യാവ് നടുമുറ്റം വിട്ട് പോകും മുമ്പേ അവന് യഹോവയുടെ അരുൾപ്പാട് ഉണ്ടായതെന്തെന്നാൽ, 5-ാമത്തെ വാക്യം, നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ പ്രഭുവായ ഹിസ്കിയാവിനോട് പറയേണ്ടത്, നിൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു, നിൻ്റെ പ്രാർത്ഥന കേട്ട് നിൻ്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും, 3-ാമത്തെ ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. ഈ 2 വാക്യങ്ങൾ എന്നെയും നിങ്ങളെയും ആഴത്തിൽ ചിന്തിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ, വന്നു പറഞ്ഞ പ്രവാചകൻ തിരിച്ച് നടുമുറ്റം എത്തുക എന്ന് പറഞ്ഞാൽ പോകുന്നതിന് മുമ്പേ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ചില മിനിറ്റുകൾ മാത്രമായിരിക്കാം താൻ ആഴമായി പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. ഇന്ന് ഈ എപ്പിസോഡിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പൂർണ്ണതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങളുടെ ആവശ്യബോധമുണ്ടെങ്കിൽ, എൻ്റെ കർത്താവ് മിനിറ്റുകൾക്കുള്ളിൽ മറുപടി പറയും. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റോക്കറ്റിന് ചന്ദ്രനിലെത്താൻ, അല്ലെങ്കിൽ അത് ചെല്ലാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്താൻ അതിൻ്റേതായ സമയമുണ്ട്. ഹല്ലേലൂയ. ഒരു ഫ്ലൈറ്റിന് പറന്നുയരാൻ അതിൻ്റേതായ സമയമുണ്ട്. നിശ്ചിത സമയത്ത് മാത്രമാണ് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് നമുക്ക് ട്രാവൽ ചെയ്ത് ചെല്ലാൻ പറ്റത്തുള്ളൂ. എന്നാൽ എൻ്റെയും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉയരത്തിലേക്ക് വിശ്വസിക്കാമെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുവാൻ മിനിറ്റുകൾ മാത്രം മതി. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ പറയണം, ഇന്ന് എൻ്റെ പ്രാർത്ഥനയോട് ഉറപ്പ് വർദ്ധിക്കുകയാണ്. പ്രാർത്ഥനയിൽ ചില വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഹിസ്കിയാവ് ചില മിനിറ്റുകൾ ഉള്ളം തുറന്നു ഹൃദയം നുറുക്കത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു, നിൻ്റെ കണ്ണുനീര് ഞാൻ കണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. 1, പ്രാർത്ഥന ദൈവം കേട്ടു. 2, ആ കണ്ണുകൾക്കൊന്നും മറവല്ലാത്തത് കൊണ്ട് ഇതാ ഹിസ്കിയാവിൻ്റെ കണ്ണുനീര് ആ കൊട്ടാരത്തിലുള്ള ആരും കണ്ടില്ലേലും ഹല്ലേലൂയ എൻ്റെ കർത്താവ് കണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനകത്ത് നിന്നുകൊണ്ടൊരു ആഴം പറയട്ടെ. 500 പേര് ഒരുമിച്ച് നിന്ന് ആരാധിക്കുന്നുണ്ടെങ്കിലും ആ ആരാധനയുടെ മധ്യത്തിൽ ഹല്ലേലൂയ നിങ്ങൾ വിശ്വസിക്കുന്നവരാണോ? ഹല്ലേലൂയ. നിങ്ങൾ ഹൃദയ നുറുക്കത്തോടെ ദൈവത്തെ വിളിക്കുന്നെങ്കിൽ എൻ്റെ ദൈവത്തിന് ഒരു ഡൗട്ടും ഇല്ല, നിൻ്റെ പ്രാർത്ഥന അവൻ കണ്ടിരിക്കും. ഹല്ലേലൂയ. ഒരുപക്ഷെ ആ പുരോഹിതനോ അല്ലെങ്കിൽ ആ പാസ്റ്ററിനോ ആ പ്രാർത്ഥന വിഷയം അറിയാൻ പറ്റത്തില്ലായിരിക്കാം. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത നിൻ്റെ ഹൃദയ നുറുക്കം അറിയുന്ന, നിൻ്റെ വിഷമം അറിയുന്ന, നിൻ്റെ കണ്ണുനീര് കാണുന്ന എൻ്റെ കർത്താവ് ഇന്ന് നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, ഹിസ്കിയാവ് ആ പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. തൻ്റെ ഹല്ലേലൂയ ആവശ്യബോധത്തിൽ താൻ കരയുമ്പോൾ എൻ്റെ കർത്താവ് പ്രവാചകനോട് പറയുകയാണ്, ഹല്ലേലൂയ, നീ മടങ്ങി ചെന്നിട്ട് പറയണം, ഹല്ലേലൂയ, ഞാൻ നിൻ്റെ ജീവിതത്തിൽ ഒരു സൗഖ്യത്തെ തരികയാണ്. ഹല്ലേലൂയ. ജീവിതത്തിൽ 15 സംവത്സരത്തെ കൂട്ടിത്തരികയാണ്. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ഇന്ന് ഇതുവരെയും കാണാത്ത ചില നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ആടാകാൻ പോവുകയാണ്. ജോലി നഷ്ടപ്പെട്ടു പോയവർ, രോഗക്കിടക്കയിൽ കിടക്കുന്നവർ, ഇപ്പോൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, പ്രാർത്ഥനയോട് ഉറപ്പിൽ പ്രാർത്ഥിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. നിങ്ങൾ ഒന്നുകൂടെ നോക്കിയേ, തൻ്റെ ഭക്തന്മാരുടെ നിലവിളി കേൾക്കുന്ന ദൈവം. ഹല്ലേലൂയ. 34-ാം സങ്കീർത്തനം
അതിൻ്റെ 15-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ദൈവത്തെ വിളിക്കുന്നവരാണെങ്കിൽ, എൻ്റെ കർത്താവ് പറയുകയാണ്, കർത്താവിൻ്റെ കണ്ണ് എൻ്റെയും നിങ്ങളുടെ മേളിലിരിക്കുകയാണ്. അവരുടെ നിലവിളിക്ക് വേണ്ടി ഇതാ ചെവി തുറന്നു വെച്ചിരിക്കുകയാണ്. എൻ്റെ കർത്താവ് ഇന്ന് എൻ്റെ കൂടി എപ്പിസോഡ് കാണുന്നവർക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. യേശു തൻ്റെ ശിഷ്യന്മാരുമായി അക്കരയ്ക്ക് യാത്ര ചെയ്യുകയാണ്. ചില നാഴിക ദൂരത്തെത്തുമ്പോൾ അല്ലെങ്കിൽ കാറ്റ് അവർക്ക് വിരോധമായി, തിരമാലകൾ ആ പടകിന് മുക്കുമാറ് തള്ളിക്കയറുകയാണ്. എന്നാൽ അമരത്ത് തലവെച്ച് യേശു കർത്താവ് ഉറങ്ങുകയാണ്. ആ പടകിൽ യേശു ഉണ്ട്. ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരുന്ന പ്രതികൂലത്തിനകത്ത് നിങ്ങൾ ഭയപ്പെടാതെ, നിങ്ങളുടെ പടകിൽ, നിങ്ങളുടെ ജീവിതമാകുന്ന, എൻ്റെ ജീവിതമാകുന്ന പടകിൽ യേശു ഉണ്ട് എന്നുള്ള ആ ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കർത്താവിനെ വിളിച്ചുണർത്താൻ പറ്റിയാൽ അതാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. ആ വിളിച്ചുണർത്താൻ പറ്റുന്ന പ്രാർത്ഥനയിൽ വലിയ അത്ഭുതങ്ങൾ എൻ്റെ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ, ഞാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം എഴുന്നേൽക്കും എന്നുള്ളത്? ഹല്ലേലൂയ. ഇതാ തിരമാലയും കാറ്റും അല്ലെങ്കിൽ ആ പടകിന് നേരെ ആഞ്ഞടിച്ച പ്രതികൂലങ്ങൾ യേശു കർത്താവിനെ ഉണർത്തിയിട്ടില്ല. പക്ഷേ തൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് പറയുകയാണ്, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലേ? കാരണം യേശുവിനോടുള്ള ഉറപ്പിലാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ എൻ്റെ കർത്താവ് ഉറക്കം ഉണരുകയും എഴുന്നേറ്റ് കാറ്റിനോട് അടങ്ങുക എന്നും കടലിനോട് ശാന്തമാകുക എന്നും പറയുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ യേശുവിനോടുള്ള ഉറപ്പിലുള്ള പ്രാർത്ഥനകളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എത്ര തകർച്ചയാണെങ്കിലും ഇന്നൊരത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. ഉറപ്പിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലുകൾ സംഭവിക്കും. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ, അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പത്രോസ് തടവിലായിരിക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ശ്രദ്ധയും ഉറപ്പുമുണ്ടെങ്കിൽ ഇതുവരെയും കാണാത്ത വാതിലുകൾ ദൈവദൂതന്മാർ നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടോ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നമ്മളൊരു അത്ഭുത സാക്ഷ്യങ്ങളിലേക്ക് വന്ന ശേഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കടന്നു വന്നാട്ടെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് അമുദാസ്. ഞാൻ ഇപ്പോൾ റഷ്യയിൽ നിന്ന് MBBS കംപ്ലീറ്റ് ചെയ്ത് വന്നേക്കാണ്. ആ ഒരു യാത്ര എന്ന് പറയുന്നത്, ഈ 6 വർഷത്തെ യാത്ര എന്ന് പറയുന്നത് വളരെ ദയനീയവും കഷ്ടപ്പാടും നിറഞ്ഞൊരു യാത്രയായിരുന്നു. പക്ഷേ എന്ന് തൊട്ട് ഞാൻ എൻ്റെ അപ്പനെ അറിഞ്ഞു തുടങ്ങിയോ, അന്ന് തൊട്ട് എൻ്റെ ജീവിതത്തിൽ ഫുൾ അനുഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൻ്റെ അനുഗ്രഹവും പാസ്റ്ററിൻ്റെ പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിന്ന് ഇവിടെ ഇങ്ങനെ സാക്ഷ്യം പറയുന്നത്. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പനിൽ നിന്ന്. പാസ്റ്റർ കഴിഞ്ഞ തവണ വന്നപ്പോൾ എൻ്റെ തലയിൽ കൈവച്ച് എനിക്ക് പ്രാർത്ഥിച്ചായിരുന്നു, എന്നെ സഹായിക്കാൻ ഒരാളെത്തുമെന്നും എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുമെന്നും. അതേ കണക്കൊരാൾ വന്ന് എൻ്റെ ഫീസും കാര്യങ്ങളും എല്ലാം നോക്കുകയും എൻ്റെ എല്ലാ സഹായങ്ങളും ചെയ്തു. ഇനി ഞാൻ നാളെ കണ്ണൂരിലേക്ക് ബാക്കി പഠിക്കാൻ പോവുകയാണ്. അവിടെയും എനിക്ക് ഫ്രീ ആണ്. എനിക്ക് അപ്പൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയതാണ്. അല്ലെങ്കിൽ നല്ല പൈസ ആവുന്ന ഒരു സ്ഥലത്ത് എനിക്ക് ഫ്രീ ആയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അതെല്ലാം കർത്താവിൻ്റെ അനുഗ്രഹവും പാസ്റ്ററിൻ്റെ പ്രാർത്ഥനയും കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ്. ഇനിയും അങ്ങോട്ടും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഇതേപോലെ കേൾക്കുന്ന സാക്ഷ്യങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത്. ഒരുമിച്ച് ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. എൻ്റെ പേര് രാധിക. ഞാൻ ഹരിപ്പാട്ടിൽ നിന്ന് വരുന്ന. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകൾ വെന്റിലേറ്ററിൽ പേഷ്യൻ്റായിട്ട് കിടക്കുകയായിരുന്നു. ഗുരുതരാവസ്ഥയിൽ തന്നെ ആയിരുന്നു. അന്നേരം ഞാൻ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു. മോനി എന്ന് പറയുന്ന ഒരു സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സുവിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അവിടുന്ന് നിമിഷ നേരം എന്തോ അത്ഭുതം പോലെ ഈശോ അത്ഭുതം എന്ന് പറഞ്ഞാൽ മതി, അതുപോലെ എന്നെ എനിക്ക് പെട്ടെന്ന് സുഖം പ്രാപിക്കുകയും വെന്റിലേറ്ററിൽ നിന്ന് മാറുകയും എല്ലാം നടക്കുമെന്ന് വിചാരിച്ചെല്ലാം അവിടുന്ന് എല്ലാം റിക്കവറായി. ഇന്ന് എനിക്ക് ഈശോ എനിക്ക് ഇവിടെ എത്തി ഞാൻ നിൽക്കുന്നു. അതിനെല്ലാം ഞാൻ നന്ദി പറയുന്നു. ആമേൻ. അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് സൂമിൽ പ്രാർത്ഥിച്ച വിഷയമാണ്.
ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിക്കായി സ്തോത്രം. കർത്താവ് ചെയ്തതിനായി നന്ദി. ഒരുമിച്ച് അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വെന്റിലേറ്ററിൽ ഒരാൾ കയറുക എന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്നത് പാടാണ്. പക്ഷേ കർത്താവ് അത്ഭുതം ചെയ്തതിനായി നന്ദി. പ്രിയരെ, വചനവും ഈ സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ഉറപ്പോടെ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കും എനിക്കും വേണ്ടിയും തമ്പുരാൻ വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. വിശ്വാസത്തോടുകൂടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിലോട്ട് അടുക്കാം. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളൊന്ന് അടയ്ക്കാം പ്രിയരെ. നിങ്ങൾ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് ആ കരമൊന്ന് വെച്ചാട്ടെ. ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് വെക്കണം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇന്നൊരു അത്ഭുതം ചെയ്യും. എൻ്റെ കണ്ണുനീര് മറുപടി വരാൻ പോവുകയാണ്. ഞാൻ വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന ആ വാതിലിൻ്റെ വെളിയിൽ ഒരത്ഭുത വഴി എനിക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോവുകയാണ്. കണ്ണുകളൊന്ന് അടച്ചാട്ടെ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണമേ. ദൈവപ്രവർത്തികൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് തുടക്കത്തിൽ തന്നെ സലീം എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സലീമിന് വേണ്ടി ഒരു അത്ഭുത വഴി എൻ്റെ കർത്താവ് തുറക്കുകയാണ്. കർത്താവെ, ഈ മകന് വേണ്ടി കേസിൽ നിന്നൊരു വിടുതൽ സ്വർഗത്തിലെ ദൈവം വായിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, എന്നെ കാണുന്ന രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭാരത്തോടെ വേദനയോടെ കിടക്കൽ കിടന്നിട്ട് എഴുന്നേൽക്കാൻ പറ്റാത്ത ചിലരുണ്ടപ്പാ. ആ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രദീപ് എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. പ്രദീപിന് വേണ്ടി ഒരത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യണമേ അപ്പ. വാതിലിപ്പോൾ തുറക്കുന്നതിനായി നന്ദി. കർത്താവെ, ആ മകനെ അത്ഭുതകരമായ സാമ്പത്തിക വിടുതലുകൾ അയക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, ഞാൻ റെജീന എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. റെജീനയ്ക്ക് വേണ്ടി ഒരത്ഭുത വിടുതൽ നടക്കുകയാണ്. ഹല്ലേലൂയ. നാളുകൾ വിറ്റുപോകാത്ത ആ സ്ഥലത്തിൻ്റെ മേളിൽ സാമ്പത്തികം വെളിപ്പെട്ട് വരികയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഷീലസസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷീലസസിൻ്റെ തലമുറ ദൈവം അനുഗ്രഹിക്കുന്നതിനായി നന്ദി. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ ഇതുവരെയും തുറക്കാത്ത വാതിലുകൾ തുറക്കട്ടെ അപ്പ. ഇതുവരെയും വെളിപ്പെടാത്ത നന്മകൾ വെളിപ്പെട്ട് വരട്ടെ. യേശുവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ലോൺ അടയ്ക്കാൻ പറ്റാത്ത ഭാരപ്പെടുന്നവർ, സ്ഥലം വിൽക്കാത്തവരുണ്ട്. അല്ലെങ്കിൽ കർത്താവെ, ബാബു എന്നൊരു പേര് കാണിക്കുന്നു. ബാബുവിന് വേണ്ടി അത്ഭുതകരമായ സ്ഥലത്തിന് മേളിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരികയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കണ്ട് അനിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി ബിസിനസ് എല്ലാം തകർന്ന് നിൽക്കുന്നിടത്തുനിന്ന് ദൈവപ്രവൃത്തിയാൽ നിങ്ങൾ എഴുന്നേക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ അപ്പ. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ കർത്താവെ, ജോലി നഷ്ടപ്പെട്ടു പോയ ചിലവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പരീക്ഷ എഴുതിയിട്ട് പാസ്സാകാതെ ചില സഹോദരിമാരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് എക്സാം എഴുതാൻ പറ്റാതെ വേദനപ്പെടുന്നവരുണ്ട്. കർത്താവെ, സാമ്പത്തികമില്ലാത്തവരുണ്ട്. അല്ലെങ്കിൽ വിസ ലഭിക്കാത്തവരുണ്ട്. കർത്താവെ, അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മിനിറ്റിൽ ചില വിടുതലുകൾ സംഭവിക്കുന്നതിനായി നന്ദി. ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനായി നന്ദി. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ അങ്ങയുടെ കരം വെളിപ്പെടട്ടെ, അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടട്ടെ അപ്പ. യേശുവെ, ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന മിനിറ്റിൽ തന്നെ ഇതുവരെയും തുറക്കാത്ത വാതിലുകൾ അങ്ങ് തുറക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ചില വലിയ കാര്യങ്ങൾ തമ്പുരാൻ ചെയ്യുകയാണ്. ഹല്ലേലൂയ. കർത്താവ് പ്രത്യേകിച്ച് ഹല്ലേലൂയ ആ രോഗക്കിടക്കിൽ കിടക്കുന്നവർ ഇപ്പോൾ തൊട്ട് സൗഖ്യമാക്കി. ആസ്മ രോഗികൾ സൗഖ്യമാകുകയാണ്. അലർജി രോഗമുള്ളവർ സൗഖ്യമാകുകയാണ്. വഴി തുറന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലുകൾ സംഭവിച്ചതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചറിയിച്ചാട്ടെ. 811 എന്ന് കാണുന്ന നമ്പറുകളിലേക്ക് പ്രയർ ലൈനാണ്, നിങ്ങൾ വിളിച്ചാട്ടെ. ഇപ്പോൾ തന്നെ ഒരു അത്ഭുതം പ്രതീക്ഷിച്ച് വിളിച്ചാട്ടെ. അതേപോലെ 9072 എന്ന് കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ച് വാട്സപ്പാണ്, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാട്ടെ. വിളിക്കാൻ പറ്റുന്നവർ ആ നമ്പറിൽ വാട്സാപ്പിൽ വിളിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കരം വെളിപ്പെടട്ടെ. അതേപോലെ തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഈ മിനിസ്ട്രിക്ക് വേണ്ടി ആ കരം നീട്ടാനും സഹായിക്കാനും പറ്റുന്നവരൊക്കെ സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കൊല്ലത്തെ സഭയോട് ചേർന്നുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും അനാഥർക്കുള്ള ഒരു നേരത്തെ ഫുഡ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വഴിവക്കത്തിലേക്ക് ഇരിക്കുന്നവർക്ക് നമ്മളുടെ സഹായമായി മാറുന്നു. കർത്താവ് നിശ്ചയമായും നിങ്ങളെയും അനുഗ്രഹിക്കും. ഈ മിനിസ്ട്രിയെ താങ്ങുകയും സഹായിക്കുകയും ചെയ്യുന്ന ഓരോ ദൈവമക്കൾക്ക് വേണ്ടിയും ഒരു വലിയ ദൈവപ്രവൃത്തി ദൈവം വായിക്കാൻ പോകുന്നതിനായി നന്ദി. അതേപോലെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. അനേക ആയിരങ്ങൾക്ക് ഇത് വിടുതലാണ്. നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.